ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ആര്യവേപ്പിലയുടെ ഗുണങ്ങളും എണ്ണ കാച്ചുന്ന വിധവും സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് നീം ലീവ്സ് എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്നുള്ളതുമാണ് കാണിക്കുന്നത്. നീം ലീവ്സ് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഇലയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഋഗ്വേദത്തിൽ വരെ ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് പ്രയോഗത്തിൽ വരുത്തുന്നത് വളരെ കുറവാണ്. സൗന്ദര്യ സംരക്ഷണത്തിനായി പ്രകൃതി നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ് ആര്യവേപ്പില. ഇതുപോലെ സ്കിന്നിനും ഹെയറിനും ഒരുപോലെ ഗുണകരമായ ഒരില വേറെ ഇല്ലയെന്ന് തന്നെ പറയാം. ആര്യവേപ്പില ഉണക്കി പൊടിച്ച് തൈരും ചേർത്ത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. ആര്യവേപ്പിലയുടെ അതിശയിപ്പിക്കുന്ന ഗുണങ്ങൾ വേറെയുമുണ്ട്. ഇത് ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ്. അതുകൊണ്ട് ചർമ്മരോഗങ്ങൾക്ക് നല്ലൊരു ഔഷധമാണ് ആര്യവേപ്പില. ആര്യവേപ്പില അരച്ച് നീരെടുത്ത് മുഖത്ത് പുരട്ടുന്നത് മുഖക്കുരു മാറാനും കൺതടങ്ങളിലെ കറുപ്പ് മാറാനും നല്ലതാണ്. വട്ടച്ചെറി പോലുള്ള ഫംഗൽ ഇൻഫെക്ഷന് നീം ഓയിൽ വളരെ നല്ലതാണ്. കാരണം ഇതിൽ ആൻറ്റി ഫംഗൽ എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആര്യവേപ്പില എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല. കിട്ടുന്ന സമയത്ത് ഉണക്കി പൊടിച്ച് വെച്ചാൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുക്കാം. ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം. കിട്ടാത്തവർക്ക് നീം ഓയിലും നീം പൗഡറൊക്കെ ഫാർമസിയിൽ അവൈലബിൾ ആണ്. എനിക്കിവിടെ വീട്ടിൽ തന്നെ ആര്യവേപ്പ് മരം ഉള്ളതുകൊണ്ട് ആര്യവേപ്പില എപ്പോഴും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉണക്കി പൊടിക്കാറൊന്നുമില്ല. ആവശ്യമുള്ളപ്പോൾ ഫ്രഷായിട്ട് എടുത്ത് ഉപയോഗിക്കാറാണ് പതിവ്. ഒരു പിടി ആര്യവേപ്പില എടുത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം വെള്ളത്തിലിട്ട് തിളപ്പിക്കാം. ഇങ്ങനെ നന്നായിട്ട് ഒരു 5 മിനിറ്റ് നേരം തിളപ്പിച്ചതിന് ശേഷം ഈ വെള്ളം നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ തിളപ്പിച്ച വെള്ളം ഇളം ചൂടോടെ കവിൾ കൊള്ളുന്നത് മോണരോഗങ്ങൾക്കും വായ്പുണ്ണ് മാറാനും വായ്നാറ്റം അകറ്റാനുമൊക്കെ വളരെ നല്ലതാണ്. കാരണം ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ നീക്കാനും കിഡ്നിക്കും ലിവറിനൊക്കെ വളരെ നല്ലതാണ്. ആര്യവേപ്പില എണ്ണ കാച്ചി തലയിൽ തേക്കുന്നത് പേൻ ശല്യം മാറാനും താരൻ മാറാനും ഒക്കെ വളരെ നല്ലതാണ്. മുടി വളർച്ചയ്ക്കും നല്ല ഒരു എണ്ണയാണിത്. ഇനി നമുക്ക് നീം ഓയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പിടി നീം ലീവ്സ് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉണങ്ങിയ ജാറാണ് കേട്ടോ. ഞാൻ വെള്ളം ഒന്നും ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ദാ ഒരു പിടി ലീവ്സ് ഇട്ട് അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. കാരണം മിക്സിയിൽ നേരത്തെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത്. 1/2 ലിറ്റർ എണ്ണ കാച്ചാനാണ് ഇത്രയും ഇല ഞാൻ ഉപയോഗിച്ചത്. ഇപ്പോൾ ദാ ഇല മുഴുവനും അരച്ചെടുത്ത് കഴിഞ്ഞു. ഇതുപോലെയാണ് വേണ്ടത്. ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഇത് അരച്ചെടുത്തത്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. വെളിച്ചെണ്ണ ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ അരച്ച് വെച്ച ആര്യവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. തീ കൂട്ടി വെച്ചാൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതുപോലെ തിളപ്പിച്ച് ഈ എണ്ണ തെളിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ എണ്ണ മുടിക്കും സ്കിന്നിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു എണ്ണയാണ് കേട്ടോ. പിന്നെ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാനും പറ്റുന്നതാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ നമുക്ക് തേച്ച് കൊടുക്കാം. കുട്ടികളുടെ ദേഹത്ത് ചൊറിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ അത് മാറാനൊക്കെ ഈ എണ്ണ 1 മണിക്കൂർ മുമ്പ് തന്നെ തേച്ച് കൊടുത്തതിന് ശേഷം കുളിപ്പിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ എണ്ണ പതഞ്ഞ് വന്നതൊക്കെ മാറി ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുത്താൽ മതി. നല്ലൊരു ഗ്രീനിഷ് കളറാണ് കേട്ടോ ഈ എണ്ണക്ക്. സ്കിന്നിൻ്റെ ഒരുവിധം പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ളൊരു പരിഹാരമാണ് ഈ നീം ഓയിൽ. ഇപ്പോൾ ദാ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് പതയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഈ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്കിത് ഒരു അരിപ്പയിലൂടെ അരിച്ച് ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് യൂസ് ചെയ്യാം. ഇങ്ങനെ അരിച്ച് കിട്ടുന്ന ഈ ചണ്ടി വെറുതെ കളയണ്ട. കുളിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പെങ്കിലും കഴുത്തിലും കൈമുട്ടിലും കറുപ്പ് നിറമുള്ള ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് സ്ക്രബ് ചെയ്യണത് നല്ലതാണ്. അപ്പോൾ ദാ നമ്മുടെ നീം ഓയിൽ റെഡി ആയിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂറിന് ശേഷം കുളിക്കുകയാണെങ്കിൽ താരൻ മാറും, പേൻ ശല്യം മാറും. മുടി നന്നായിട്ട് വളരാനും ഈ എണ്ണ സഹായിക്കും. കാരണം ഇതിലുള്ള റീജനറേറ്റിംഗ് പ്രോപ്പർട്ടീസാണ് ഡാമേജിങ് ഹെയർ റിപ്പയർ ചെയ്ത് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. ഈ എണ്ണ സ്കിന്നിനും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു എണ്ണയാണ്. നിറം വെക്കാൻ നല്ലതാണ്. മെലാനിൻ പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ എണ്ണ.
ബ്ലാക്ക് ഹെഡ്സിന് നല്ലതാണിത്. പിന്നെ പിഗ്മെൻറ്റേഷന് നല്ലതാണ്. നല്ലൊരു സ്കിൻ ടോൺ കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. രാത്രി കിടക്കുന്നതിന് മുമ്പ് 1-2 ഡ്രോപ്പ് ഇതുപോലെ കൈവെള്ളയിലെടുത്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം. ഇത് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യും. പിന്നെ പ്രായാധിക്യം മൂലമുള്ള ചുളിവുകളൊക്കെ വരുന്നത് തടയും. പിന്നെ മുഖക്കുരു ഉണ്ടായിട്ട് മാറിയാലൊരു കുഴികളൊക്കെ ഉണ്ടാവില്ലേ മുഖത്ത്, അതൊക്കെ മാറാൻ നല്ലതാണ് ഈ എണ്ണ തേച്ച് പിടിപ്പിക്കുന്നത്. നീം ഓയിലിൻ്റെ മുഴുവൻ ഗുണങ്ങളും പറയാൻ നിന്നാൽ ഈ വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വീട്ടുമുറ്റത്ത് തന്നെ ആര്യവേപ്പ് മരം ഉണ്ടായിരുന്നിട്ട് കൂടി ഞങ്ങളിത് ആകെ യൂസ് ചെയ്തിരുന്നത് അരിയിട്ട് വെച്ചിരിക്കുന്ന ബക്കറ്റിൽ പ്രാണി കയറാതിരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു കേട്ടോ. പിന്നീട് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ് എണ്ണ കാച്ചി തേക്കാനും വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാനൊക്കെ തുടങ്ങിയത്. ഈ അറിവുകൾ മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഷെയർ ചെയ്യണത്. പിന്നെ ആര്യവേപ്പില തിളപ്പിച്ച വെള്ളം മുടി കഴുകാനും മുഖം കഴുകാനൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ വായ കഴുകാനും യൂസ് ചെയ്യാറുണ്ട്. കുടിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടില്ല, കാരണം ഒരു സിപ്പ് കുടിച്ചപ്പോൾ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു, അത്രക്ക് കയ്പ്പാണ്. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇളം ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. സ്ഥിരമായിട്ട് കുടിക്കുന്നത് ചിലപ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.